ഈ ക്രൂരമായ കൃത്യം മലയാറ്റൂർ എറണാകുളമിൽ വെച്ചാണ് നടന്നിരിക്കുന്നത്. ഇന്ന് ഞങ്ങൾ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നത് വന്നിട്ട് കുറ്റം ചെയ്ത അലൻ പറഞ്ഞിരിക്കുന്നത് മാത്രമാണ്. ഇത് എത്രത്തോളം സത്യമാണ് കള്ളമാണ് എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. എന്തിനാന്ന് വെച്ചാൽ അവളുടെ കയ്യിൽ നിന്ന് മരിക്കൽപ്പെട്ട ചിത്രപ്രിയ വന്നിട്ട് ഇന്ന് ജീവനോടെ ഇല്ല. ദമ്പതികളായ സൈജും സിനീന് 2 മക്കളാണ്. 19 വയസ്സുള്ള ചിത്രപ്രിയ, അവളുടെ സഹോദരൻ അഭിജിത്ത്. ബംഗളൂരിൽ ഏവിയേഷൻ കോഴ്സ് പഠിച്ചുകൊണ്ടായ ചിത്രപ്രിയ ലീവ് എടുത്തിട്ട് വീട്ടിലോട്ട് വന്നിട്ടുണ്ടായി. ഡിസംബർ 6 വൈകുന്നേര സമയം ഒരു ഫോൺ വന്ന ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങിയ ചിത്രപ്രിയ ഡിസംബർ 9 ആളൊഴിഞ്ഞ പ്രദേശത്തിൽ വന്നിട്ട് മരിച്ച നിലയിൽ കാണാൻ സാധിച്ചു. പോലീസിന്റെ റിപ്പോർട്ടിൽ വന്നിട്ട് രേഖപ്പെടുത്തിയ പ്രകാരം CCTV ദൃശ്യം ലഭിച്ച ശേഷം 21 വയസ്സ് പ്രായമുള്ള അലനെ വന്നിട്ട് അറസ്റ്റ് ചെയ്യും. ആരായി അലൻ എന്ന് നോക്കിയ അവൻ വന്നിട്ട് ചിത്രപ്രിയയുടെ കാമുകനായിരുന്നു. വളരെ ടോക്സിക് ആയിരുന്ന സംശയ രോഗിയായ അലൻ വന്നിട്ട് അവളിനെ ഒരുപാട് മെന്റൽ ടോർച്ചർ ചെയ്യുന്നുണ്ടായി. അവൾക്ക് വേറെ അഫെയർസ് ഉണ്ട് എന്ന് വെച്ച് അവളുടെ കൂടെ വഴക്കിടുന്നുണ്ടായി. ആ ദിവസം രാത്രി ചിത്രപ്രിയയോടെ സംസാരിക്കാൻ ഞാൻ അവളെ വിളിച്ചോണ്ട് പോയപ്പോൾ ഞാൻ മദ്യം കഴിച്ചിരുന്നു എന്ന് അലൻ പറയും. ആളൊഴിഞ്ഞ സ്ഥലത്തിൽ വന്നിട്ട് ഞങ്ങളുടെ ഇടയിൽ തർക്കം കൂടിയപ്പോൾ ഞാൻ അവളുടെ മുകളിൽ മർദ്ദിക്കാൻ തുടങ്ങും. അതിൻ്റെ ശേഷം ഞാൻ അടുത്തുണ്ടായ കല്ലെടുത്തിട്ട് ഞാൻ അവളുടെ തലയിൽ അടിച്ചിട്ട് അവളിനെ അവിടെ കൊന്നും എന്ന് കുറ്റ സമ്മതിക്കുന്ന സമയത്ത് പോലീസിന്റെ മുന്നിൽ വന്നിട്ട് അലൻ പറയും. ഇത് മാധ്യമങ്ങളും പോലീസും പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അറിഞ്ഞത്. ഇനി ചിത്രപ്രിയയോടെ കുടുംബത്തിന് സംസാരിച്ച ഒരു വീഡിയോ ഉണ്ട്. പുറത്തുവിട്ടിരിക്കുന്ന CCTV വിഷ്വൽസ് ആവട്ടെ, പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളിലും പല തരത്തിലുള്ള കളവുണ്ടായിട്ടുണ്ട്. പള്ളിയുടെ മുന്നിൽ വെച്ചിട്ടുള്ള 2 ബൈക്കിലൊക്കെയുള്ള വിഷ്വൽസിൽ അതിൽ നമ്മുടെ മരിച്ചുപോയ ചിത്രപ്രിയ അല്ല കാണിച്ചിരിക്കുന്നത്, അത് വേറെ ഏതോ ആൾക്കാരാണ്. ആദ്യം ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ആൾ ആരാണെന്ന് തപ്പിയിട്ട് അവരെന്തിനാണ് ഈ സമയത്ത് അവിടെ പോയതെന്നാണ് ചിന്തിക്കേണ്ടത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. എന്നിരുന്നാലും പോലീസുമായിട്ടുള്ള പല രീതിയിലുള്ള ചർച്ച നടത്തിയതിന്റെ പ്രകാരം ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം വെച്ചാൽ ഈ കുട്ടി മരിച്ചത് ഏകദേശം 7 മണി 8 മണി ടൈമിലാണ്, വൈകുന്നേരം ആണ് മരിച്ചേക്കുന്നത്. അന്ന് ഇവരുടെ തെറ്റായ ഇൻഫർമേഷൻ കാരണം ഞങ്ങൾക്ക് 3 ദിവസം പഴക്കം ചെന്ന ഒരു മൃതദേഹമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഈ ലോകത്തിൽ വന്നിട്ട് ഏറ്റവും വലിയ സങ്കടം ദുഃഖം ഉണ്ടാക്കുന്നത് എന്ന് വെച്ചാൽ അമ്മയും അച്ഛനും ജീവനോടെ ഇരിക്കുമ്പോൾ തൻ്റെ മക്കളുടെ മരണം കാണുന്നതാണ്. ഇവിടെ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് വന്നിട്ട് ആ പെൺകുട്ടിയുടെ കുടുംബത്തിനാണ്. ഇവിടെ റിയാലിറ്റി നോക്കുവാണെങ്കിൽ ഞാനും മാധ്യമങ്ങളും ജനങ്ങൾ വന്നിട്ട് ഒരു സമയത്തിൻ്റെ ശേഷം ഞങ്ങൾ ഈ കേസിനെ കുറിച്ച് മറന്നു കളയും. എന്നാൽ ആ ഫാമിലിനെ വന്നിട്ട് അവരുടെ ജീവൻ ഇരിക്കുന്നവരെ അവരുടെ മനസ്സിൽ അത് കാണും. ഇപ്പോൾ ആ പെണ്ണിനും കുടുംബത്തിനും വന്നിട്ട് ജസ്റ്റിസാണ് വേണ്ടായത്. ഈ കുറ്റം ചെയ്തവന് ഏറ്റവും കഠിനമായ ശിക്ഷ നൽകുമെന്ന് ഞാൻ വിചാരിക്കുക.